മലപ്പട്ടത്ത് കൊലവിളി മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് പദയാത്ര. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന പ്രകോപന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന പദയാത്രയുടെ മറവിൽ മുദ്രാവാക്യം വിളിച്ചെത്തിയ യൂത്ത് കോൺഗ്രസുകാർ CPIM മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസും ആക്രമിക്കുകയായിരുന്നു. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നും അത് തേച്ച് മിനുക്കിയെടുത്താൽ ഡിവൈഎഫ്ഐക്കാർ പിന്നെ കാണില്ല എന്നും യൂത്ത് കോൺഗ്രസ് കൊലവിളി മുഴക്കുന്നുണ്ടായിരുന്നു. ധീരജിനെ കുത്തിയത് തങ്ങളാണ് എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. നിരവധി ധീരജന്മാരെ ഇനിയും സൃഷ്ടിക്കുമെന്നും കൊലവിളി മുഴക്കുന്ന യൂത്ത് കോൺഗ്രസ് കലാപം വിതയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നും ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന SFI നേതാവ് ധീരജ് രാജേന്ദ്രനെ KSU യൂത്ത് കോൺഗ്രസ് ആക്രമണികളാണ് 2022 ജനുവരി കൊലപ്പെടുത്തിയതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി ഉൾപ്പെടെയുള്ളവരായിരുന്നു പ്രതികൾ. ഇതൊക്കെ വ്യക്തമാക്കുന്നതാണ് ഈ റാലിയിൽ. എന്നാൽ കൊലപാതകത്തിന് ശേഷം പൂർണ്ണമായും പ്രതികളെ ന്യായീകരിച്ചും സംരക്ഷിച്ചുമാണ് കോൺഗ്രസ് മുന്നോട്ട് പോയത് തന്നെ. ഇരന്ന് വാങ്ങിയ മരണമാണ് ധീരജിന്റേത് എന്നാണ് മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതികളായ നേതാക്കളെ പറ്റി കോൺഗ്രസിന് ധാരണയുണ്ട് എന്നും അവരെ സംരക്ഷിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് MPയും പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നത്. ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വാരിയിടാൻ അനുവദിക്കില്ല എന്ന് മറ്റ് നേതാക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതികളെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് വീണ്ടും പരസ്യ കൊലവിളിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ധീരജിനെ കൊന്നത് തങ്ങളാണ് എന്നുള്ള പരസ്യമായി മുദ്രാവാക്യം മുഴക്കിയ യൂത്ത് കോൺഗ്രസ് ഇനിയും കൊലപാതകങ്ങൾ നടത്തുമെന്നാണ് ഭീഷണി മുഴക്കുന്നത് തന്നെ. ഇത്രയും വ്യക്തമായി കൊലവിളി മുഴക്കിയിട്ടും പ്രതികരിക്കാതെ യൂത്ത് കോൺഗ്രസിന് താളം ചവിട്ടുകയാണ് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള പദയാത്രയിലാണ് ബോധപൂർവം ആക്രമണങ്ങൾ സൃഷ്ടിച്ചത്. ജാഥയിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസുകാർ പ്രകോപന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയായിരുന്നു. ചൂളിയാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചുവെന്നും സ്തൂപം തകർത്തുവെന്നും പ്രചരിപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസ് മലപ്പട്ടത്ത് സംഘർഷം തുടങ്ങിയിട്ടുള്ളത് തന്നെ. ഇത് 2ാം തവണയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മലപ്പട്ടം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘർഷം സൃഷ്ടിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6ഓടെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ യൂത്ത് കോൺഗ്രസിൽ അടൂരിൽ സംഘടിച്ചിട്ടാണ് പ്രകടനമായി മലപ്പട്ടം സെന്ററിലേക്ക് വന്നത്. മലപ്പട്ടം സെന്ററിൽ പൊതുയോഗം നടത്താനും യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടെയാണ് സമീപത്തെ CPIM മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലുകളും കുപ്പികളും എറിഞ്ഞത്. കൂട്ടമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസ് തകർക്കാനും ശ്രമിക്കുകയായിരുന്നു.